മൂന്നാമന്റെ ഇടപെടൽ കാരണം തകർന്നു വീഴുന്ന കുടുംബ ബന്ധങ്ങൾ. പലപ്പോഴും പല കുടുംബങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ഭർത്തൃ വീട്ടുകാരോ ഭാര്യയുടെ വീട്ടുകാരോ ഒക്കെ അനാവശ്യമായി കയറി ഇടപെട്ടിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കുന്നത് കാരണമാകാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറവായിരിക്കാം പല കുടുംബങ്ങളിൽ. പക്ഷേ അത് വലുതാക്കാൻ പലപ്പോഴും മറ്റുള്ള ആളുകൾ കാരണമാകാറുണ്ട്. അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ എന്നോട് ബഹുമാനക്കുറവ് കാണിച്ചു, എന്നോട് തർക്കുത്തരം പറഞ്ഞു. ഇതൊക്കെ അപ്പാടെ ഏറ്റെടുത്ത് വിശ്വസിച്ചിട്ട് തൻ്റെ പങ്കാളിക്കെതിരെ തിരിയുമ്പം മനസ്സിലാക്കുക, നല്ലൊരു ബന്ധത്തെ ഇല്ലാതാക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. നമ്മുടെ പാരൻസിന്, അച്ഛനോ അമ്മയോ സഹോദരന്മാരോ സഹോദരിമാരോ ഒക്കെ ആവാം, അവർക്ക് സ്നേഹം കൊടുക്കണം, പരിഗണന കൊടുക്കണം, അവകാശം കൊടുക്കണം, അംഗീകാരം കൊടുക്കണം, ഒക്കെ വേണം. പക്ഷേ വിവാഹം എന്നത് ഒരു കരാറാണ്. അതിനകത്തേക്ക് ഭാര്യയും ഭർത്താവും കടന്നു വരുമ്പം അവിടെ അക്സെപ്റ്റ് ചെയ്യലും റെസ്പെക്റ്റ് ചെയ്യലും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. മൂന്നാമന്റെ ഇടപെടൽ പലപ്പോഴും അത് തകരാനും ഇല്ലാതാകാനും കാരണമാകാറുണ്ട്. മൂന്നാമന്റെ വാക്കുകൾ ഒക്കെ കേൾക്കുക, അത് കേട്ടിട്ട് തൻ്റെ പങ്കാളിക്കെതിരെ തിരിയുന്ന ആ ഒരു രീതി അവസാനിപ്പിച്ചാൽ തന്നെ പല കുടുംബ ബന്ധങ്ങളിലും പ്രധാനപ്പെട്ട പല പല പ്രശ്നങ്ങളും ഇല്ലാതാവാനും പ്രശ്നങ്ങൾ തീരെ ഉണ്ടാവാതിരിക്കാനും കാരണമാകാറുണ്ട്.